നമസ്കാരം. സ്വന്തം മകളുടെ വിവാഹം അലങ്കോലമാക്കിയ ഒരു അമ്മയുടെ വീഡിയോ വൈറലാകുകയാണ് ഇപ്പോൾ. കർണാടകയിലാണ്, ബാംഗ്ലൂരിലാണ് ഈ സംഭവം നടക്കുന്നത്. കേരളത്തിൽ ഹണി റോസ് ബോബി ചെമ്മണ്ണൂർ വിഷയവുമായി ബന്ധപ്പെടുത്തി ഈ വീഡിയോ പ്രചരിക്കുമ്പോൾ ഇതിനൊരുപാട് അർത്ഥതലങ്ങളുണ്ട്. അതുകൊണ്ടാണ് ആ വീഡിയോയെക്കുറിച്ചും ആ സംഭവത്തെക്കുറിച്ചും ഈ വീഡിയോയിൽ സംസാരിക്കാമെന്ന് കരുതുന്നത്. തന്റെ മകളെ വിവാഹം കഴിക്കാൻ വരനും കൂട്ടനും എത്തി. വരൻ എത്തി, കൂട്ടുകാരുണ്ട്, എല്ലാവരുമുണ്ട്. പക്ഷെ വന്നത് മദ്യപിച്ച്. അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും പരമപ്രധാനമായ ഒരു കർമ്മം നിർവഹിക്കപ്പെടുന്ന ആ ചടങ്ങിൽ മദ്യപിച്ചു വന്ന് അവിടെ ബഹളം വെച്ച ആ വ്യക്തികളെ, അവരെ അല്ലെങ്കിൽ ആ വരനടക്കമുള്ള ബാക്കിയുള്ളവരെ നിഷേധിച്ച് വിവാഹമേ വേണ്ട എന്ന് തീരുമാനമെടുത്ത ആ അമ്മയെ കുറിച്ചാണ് ഇന്ന് വൈറൽ വീഡിയോ പ്രചരിക്കുന്നത്. അത് തന്നെയല്ലേ വേണ്ടത്. ഇവിടെ ഹണി റോസിന്റെ വിഷയത്തിലും അതാണ് ഇവിടെ ജനം പറയുന്നത്. ബോബി ചെമ്മണ്ണൂർ തെറ്റുകാരനാണോ അല്ലയോ എന്നല്ല ഇവിടെ സംസാരിക്കുന്നത്. ഹണി റോസ് എന്തുകൊണ്ട് ഉചിതമായ സമയത്ത് അത്തരത്തിലൊരു തീരുമാനമെടുത്തില്ല? ആ വേദിയിൽ വെച്ച് താങ്കൾ ഇങ്ങനെ അപമാനിക്കാൻ വേണ്ടി മാത്രം വന്നതല്ല, ഞാൻ എന്റെ ജോലിയുമായി ബന്ധപ്പെട്ട് വന്നതാണ്, ഇങ്ങനെ അപമാനിക്കാൻ വേറെ ആളെ നോക്കണം എന്ന് അവിടെ ആ സ്പോട്ടിൽ പ്രതികരിച്ചിരുന്നെങ്കിൽ പിന്നീട് അത് ആവർത്തിക്കില്ലായിരുന്നു. മാത്രമല്ല, ബോബി ചെമ്മണ്ണൂർ ഹണി റോസിനോടെന്നല്ല ആരോടും അത്തരത്തിൽ ചെയ്യില്ലായിരുന്നു എന്നാണ് ഇവിടെ മലയാളി ലോകം സംസാരിക്കുന്നത്. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം, അതിനുശേഷം നമുക്ക് മറ്റു കാര്യങ്ങൾ പറയാം. നമ്മുടെ വിവാഹാഘോഷങ്ങൾ പലപ്പോഴും അതിരുവിട്ടു പോകുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. വരന്റെ കൂട്ടുകാരുടെ താന്തോന്നിത്തരങ്ങൾ, അവരുടെ വിക്കർസുകൾ, കഴുതപ്പുറം, JCB എന്ന് വേണ്ട ഒരു മംഗളകർമ്മത്തിന്റെ എല്ലാവിധ ആ പവിത്രതയും നാശപ്പെടുത്തിക്കൊണ്ട് വിവാഹത്തെ വികൃതമാക്കുന്ന ചില രീതികൾ ഇവിടെ കണ്ടുവരുന്നുണ്ട്. അതുപോലെ ആ വിവാഹത്തിൽ വരന് ഏത് വിധേനയും താറടിക്കുക എന്ന ഉദ്ദേശത്തോടെ ഈ കേരളത്തിലും മദ്യം കൊടുത്തുകൊണ്ട് മയക്കി കിടത്തിയിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ട്. വിവാഹം കഴിഞ്ഞ ശേഷം ആദ്യ രാത്രി മണിയറയിലേക്ക് പോകുന്നതിന് മുമ്പ് 2 എണ്ണം വിട്ടിട്ട് പോയാൽ മതി എന്ന് വാശി പിടിച്ച് കൂട്ടുകാരുടെ നിർബന്ധത്തിൽ വഴങ്ങി മദ്യം കഴിച്ച ശേഷം ആ കാരണത്താൽ ആ വിവാഹബന്ധം വേർപെട്ട ചരിത്രങ്ങൾ ഒട്ടേറെ ഉണ്ട്. തന്റെ മകളുടെ ജീവിതം എന്നത് തനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒരു മംഗളകർമ്മം നടക്കാൻ പോകുമ്പോൾ ആ മംഗളകർമ്മത്തിലേക്ക് അതിന്റെ നാഥൻ തന്നെ മദ്യപിച്ചു വന്ന് അലങ്കോലമാക്കുമ്പോൾ ഇനി ഈ ഒരു മംഗളകർമ്മം വേണ്ട, അതായത് ഇയാളുമൊത്ത് എന്റെ മകളെ കെട്ടിക്കാൻ ഞാൻ ഒരുക്കമല്ല എന്ന് ഉറച്ച നിലപാടെടുത്ത ആ അമ്മയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കാതിരിക്കാൻ വയ്യ. ഇതിപ്പോ വളരെ മോശമല്ലേ, ഇനി ഈ മറ്റൊരു ജീവിതം കിട്ടുമോ എന്നൊക്കെ ആശങ്കപ്പെടുന്ന അമ്മമാരുണ്ടാകാം. പക്ഷെ ആ അമ്മമാരെ പോലെയല്ല ബാംഗ്ലൂരിലെ ആ അമ്മ പെരുമാറിയത്. അവിടെ തന്റെ മകൾ സഭ്യമായ രീതിയിൽ ഇറങ്ങിപ്പോണമെന്നും സഭ്യമായ രീതിയിൽ മാന്യമായി തന്നെ ജീവിക്കണമെന്നും ആരുടെയും അടിമയല്ല എന്നും ഇത്തരത്തിൽ അവഹേളിക്കപ്പെടാൻ വേണ്ടി നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല എന്നും ധൈര്യപൂർവ്വം വിളിച്ചു പറയുന്ന ആ അമ്മയുണ്ടല്ലോ, അതാണ് മാതൃകയാക്കേണ്ടത്. ഇവിടെ ഹണി റോസും അത് തന്നെയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. അത് ചെയ്യാതെ ബോബി ചെമ്മണ്ണൂരിനെതിരെ ഇത്തരത്തിൽ തിരിഞ്ഞതിനാണ് ഒരു പ്രയാസം, അതിന് പോലീസ് കൂട്ടുനിന്നതിന്. കാരണം ഒരു ചെറിയ ഒരു തെറ്റെന്ന് പറയാൻ പറ്റില്ല, അത് ആ ഒരു വിഭാഗം പറയുന്ന ഒരു തമാശ, ആ ഒരു തമാശ ഇത്രയും വലിയ കൊടും ക്രൂരതയായി ചിത്രീകരിക്കുന്ന കുറെ മാധ്യമങ്ങളും അതുപോലെ കോടതിയും പോലീസും എല്ലാം അവർക്കൊന്നും ഈ നർമ്മം മനസ്സിലാകാഞ്ഞിട്ടല്ല, കോടതി പോലും കണ്ടില്ല എന്നുള്ളതാണ് സത്യത്തിൽ. കുന്തി ദേവി പരാമർശം നടത്തിയിട്ടില്ല എന്നുള്ളത്, എന്നിട്ട് നടത്തി എന്ന് കോടതി സമർത്ഥിക്കുന്നു. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ ഹണി റോസ് ആദ്യം തന്നെ ഇത് പ്രതികരിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാവില്ലായിരുന്നു, അവരുടെ കരിയറിന് തടസ്സമുണ്ടാവില്ലായിരുന്നു. ബോബി ചെമ്മണ്ണൂരിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ വഴിക്ക് പോയേനെ, അതൊക്കെ ചെയ്തേനെ. അതായത് എന്തും പ്രതികരിക്കേണ്ടത് ഏതാ സമയത്താണ്. ഇവിടെ ഈ മാതാവ് കൃത്യമായ സമയത്ത് തന്റെ മകളുടെ ജീവിതം എന്ന് പറയുമ്പോൾ തനിക്ക് പ്രധാനമാണ്, തന്റെ മകൾക്കും പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് തന്നെയാണ് പ്രതികരിക്കേണ്ടത്. അവർ പ്രതികരിച്ചു. ആ പ്രതികരണം ചിലർക്കൊക്കെ പറ്റില്ല എന്ന് തോന്നും. അത് അനവസരത്തിലാണല്ലോ, ലേശം മദ്യപിച്ചിട്ടല്ലേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയും. പക്ഷെ അതല്ല അതിന്റെ ഒരു രീതി എന്ന് പറയുന്നത്.
ഒരു പവിത്രമായ ചടങ്ങ് ആ പവിത്രമായി തന്നെ കാണാനും അതിനെ അനുസരിക്കാനും മറ്റുള്ളവരുടെ മുന്നിൽ മാന്യരായി നിൽക്കാനും മറ്റുള്ളവരുടെ മുന്നിൽ അപമതിപ്പ് നേടാതെ നോക്കാനും ഒക്കെ ചെയ്യേണ്ടത് ഓരോരുത്തരെയും കടമയാണ്. ഇത്രയും വൃത്തികെട്ട ഒരുത്തന്റെ കൂടെ തന്റെ മകളെ അയച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും അവളുടെ ജീവിതം കട്ടപ്പുകയാകും എന്ന് ആ അമ്മയ്ക്ക് സ്പോട്ടിൽ മനസ്സിലായി. ആരും മിണ്ടിയില്ല. പക്ഷെ ആ അമ്മ പ്രതികരിച്ചു. ആ വിവാഹം മുടങ്ങി. ആ വരനെ വേണ്ട എന്ന് വെച്ചു. നാണക്കേടായി. ഇനി ആ പെൺകുട്ടിക്ക് മറ്റൊരു ജീവിതം കിട്ടുമോ ഇല്ലയോ എന്നല്ല ഞാൻ ചിന്തിക്കുന്നത്. ആ വരന് മറ്റൊരു പെണ്ണിനെ ആരെങ്കിലും കൊടുക്കുമോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. Different angles. Don't forget to subscribe and support this channel.